കോലൻ, തോട്ടി, ഏണി, കുഞ്ചുകലി, ജിറാഫ് ഇതെല്ലാം തന്നെ എൻ്റെ ഇരട്ടപ്പേരുകളാണ്. എൻ്റെ വല്യപ്പനും വല്യമ്മയാണ് എന്നെ വളർത്തിയത്. എൻ്റെ ഗ്രാൻഡ് പേരൻസ് എന്നെ വളർത്തി. എൻ്റെ പേരൻസിൻ്റെ കൂടെ ഇല്ലായിരുന്നു. അത് പിന്നീട് ഞാൻ പറയാം. സെപ്പറേറ്റ്. സാറിന് ഉറപ്പുണ്ടോ നമുക്ക് നമ്മളെക്കാൾ അനുഭവം കുറഞ്ഞവരാണ് നമ്മുടെ മക്കളെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, എനിക്ക് തോന്നുന്നില്ല. സാർ ഡേറ്റിങ്ങിന് പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടില്ല. എനിക്കറിയില്ല ഡേറ്റിംഗ് എന്താന്ന്. എന്നോട് ഇങ്ങോട്ട് വന്ന് പറയുന്നതാണ്, സാർ എനിക്ക് ട്രോമയാണ് സാർ, ഞാൻ ടോക്സിക് പേരൻറ്റിങ്ങിന് ഇരയാണ് സാർ. ഈ സാധനം മൊത്തം വെൽ പ്രിപ്പയർഡ് ആയിട്ടാണ് ആളിങ്ങോട്ട് കയറി വരുന്നത്. ഒരു ദശകത്തിലേറെയായി കുട്ടികളുടെയും യുവജനങ്ങളുടെയും മാതാപിതാക്കളുടെയും ബിസിനസ്സുകാരുടെയും ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു സൈക്കോളജിസ്റ്റും സൈക്കോ തെറാപ്പിസ്റ്റും ഓൺട്രപ്രീനറും ഒരു സ്കിൽ ട്രെയിനറുമായിട്ടുള്ള എല്ലാവർക്കും പ്രിയങ്കരനായ ഒരുപാട് ആൾക്കാർക്ക് ആശ്വാസം നൽകിയിട്ടുള്ള സാജൻ പാപ്പച്ചൻ എന്ന് പറയുന്ന വ്യക്തിയാണ് എൻ്റെ മുമ്പിലുള്ളത്. വെൽക്കം ടു ബൊഹോ മീഡിയ. താങ്ക് യു വെരി മച്ച്. ഓക്കെ, ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്, ഇന്നിപ്പം നമ്മൾ കുറച്ച് ദിവസമായിട്ട് വിളിക്കുന്നു, ഇന്നിപ്പം ഏതൊരു ഫംഗ്ഷൻ ആയിട്ടാണ് ഇന്ന് എത്തിയത്? ഇന്ന് ഞാൻ എറണാകുളത്ത് ഒരു പേരൻറ്റിങ് സെമിനാർ ഉണ്ടായിരുന്നു ഇവിടെ അടുത്തൊരു സ്കൂളിൽ. അപ്പം പേരൻസും കുട്ടികളും, ഹൈസ്കൂൾ പേരൻസും കുട്ടികളുമായിട്ട് ഈ കുട്ടികളെയും പേരൻസിനെ ഒരുമിച്ചിരുത്തി ഉള്ള സെമിനാറുകളാണ് സാധനം ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു സെമിനാറായിരുന്നു. അതിനുവേണ്ടി എറണാകുളത്ത് വന്നു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് സാധിച്ചു. സന്തോഷം. സാർ ഒരു സ്കിൽ ട്രെയിനറാണോ അതോ ഒരു മോട്ടിവേഷണൽ സ്പീക്കറാണോ? ഞാനൊരു മോട്ടിവേഷണൽ സ്പീക്കറല്ല, ഞാൻ ട്രെയിനറാണ്. സ്കിൽ ഡെവലപ്മെൻറ്റ്, ലൈഫ് സ്കിൽ ഡെവലപ്മെൻറ്റ്. ഈ ട്രെയിനറും മോട്ടിവേറ്ററും തമ്മിൽ വ്യത്യാസം. മോട്ടിവേറ്റർ ഇമോഷനെയും ഇൻസ്പിറേഷൻസിനെയും ബിൽഡ് ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, ട്രെയിനർ എന്താണ്? ട്രെയിനർ ഇങ്ങനെ ലേണിംഗ് ഉണ്ട്, ആപ്ലിക്കേഷൻസ് ഉണ്ട്, റീലേണിംഗ് ഉണ്ട്, അൺലേണിംഗ് ഉണ്ട്. ഞാൻ എന്നെ കൺസിഡർ ചെയ്യുന്ന ഒരു ട്രെയിനറായിട്ടാണ്. ഒരു സിസ്റ്റം ഉണ്ട്, ആ സിസ്റ്റത്തിനെ ലേൺ ചെയ്യാനും അത് അപ്ലൈ ചെയ്യാനും സഹായിക്കുന്നവരാണ്. അപ്പം എന്നെ ഒരു മോട്ടിവേഷണൽ സ്പീക്കറായിട്ടല്ല ഞാൻ എന്നെ ബിമൽ കുമാർ എന്ന് വിളിക്കുന്നില്ല. സാറ് പ്രൊഫൈൽ നോക്കുന്ന സമയത്ത് ഏകദേശം ഒരു 12-13 വർഷത്തിലേറെയായി ഈ ഒരു മേഖലയിൽ എങ്ങനെയാണ് ഇതാണ് എൻ്റെ ഒരു പാത എന്ന് തിരിച്ചറിഞ്ഞത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിലേക്ക് പ്രവേശിച്ചത്? രണ്ട് ഭാഗങ്ങളുണ്ട് ഇതിന്. ഒന്ന്, ഞാൻ ഈ മേഖലയിലോട്ട് വരാനുള്ള കാരണം കാഞ്ഞിരപ്പള്ളി രൂപതയും കേരള കത്തോലിക്ക സഭയുടെ യുവജന പ്രസ്ഥാനം, KCY എന്ന് വിളിക്കും. ഞാൻ അതിൻ്റെ ഒരു യുവജന പ്രവർത്തകനായിരുന്നു. ഞാനതിൻ്റെ യുവദീപ്തി എന്ന് പറയുന്ന സംഘടനയുടെ ഒരു പ്രസിഡൻ്റായിരിക്കും. പറയാമല്ലോ, നമുക്കിങ്ങനെ വേദികളിൽ പ്രസംഗിക്കണം. ഈ പ്രസംഗിക്കുമ്പം ആ കാലത്ത് പവർ പോയിന്റുകളൊക്കെ വെച്ച് പ്രസംഗങ്ങൾ പറയുക എന്നതൊക്കെ ഒരു അല്ലെങ്കിൽ ക്ലാസ്സുകൾ പോലെയൊക്കെ ഞാനത് ഈ മൂവി ക്ലിപ്സൊക്കെ വെച്ചിട്ടുള്ള ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ കണ്ടത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോയി. അങ്ങനെ ഇരിക്കെ ഞാൻ 1-2 സെമിനാറുകൾ കണ്ടു. ഇത് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഒക്കെ തോന്നി. അപ്പോൾ ഞാനതിനകത്ത് കൂടുതൽ വർക്ക് ചെയ്ത് ആ ക്ലാസ്സുകൾ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടാണ് എൻ്റെ ഒരു യാത്രയുടെ ആരംഭം. വേണമെങ്കിൽ നമുക്ക് ഈ മേഖലയിലോട്ട് ഇറങ്ങി വന്നു. പക്ഷേ ഇനിയും ഇതിൻ്റെ ഒരു ബാക്ക്ഡ്രോപ്പിൽ 1-2 കഥകളുണ്ട്. ഒന്ന്, ഞാനൊരു +2 പഠിക്കുന്ന സമയത്ത് എനിക്കൊരു അധ്യാപകൻ, മനോജ് കുര്യാക്കോസ് എന്ന് പറയുന്ന റാന്നി MS ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു അധ്യാപകൻ. അപ്പോൾ ഈ നല്ല നീളമുള്ള മെലിഞ്ഞിട്ട് മനുഷ്യനായിട്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരുപാട് ഇരട്ടപ്പേരുണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു. ധാരാളം ഒരു നല്ല നീളമുള്ള ഇരട്ടപ്പേര്, കോലൻ, തോട്ടി, ഏണി, കുഞ്ചുകലി, ജിറാഫ് ഇതെല്ലാം തന്നെ എൻ്റെ ഇരട്ടപ്പേരുകളായിരുന്നു. അപ്പോൾ ഈ ഇരട്ടപ്പേരുകൾ നമുക്കിങ്ങനെ പതിഞ്ഞു പോകും. +1 +2 ഒക്കെ ആകുമ്പോൾ ആ ഇരട്ടപ്പേരുകൾ ഇച്ചിരി മോചനം നേരണം വിചാരിച്ച് ഞാൻ ക്ലാസ്സിൽ ചെന്ന് ഏറ്റവും സൈലൻ്റായി ബാക്ക് ടോപ്പിൽ ഇങ്ങനെ അധികം ഇങ്ങനെ എക്സ്ട്രവേർട്ടാണ് ഇങ്ങനെ അധികം ഇരിക്കുകയാണ്. അപ്പം എനിക്കിങ്ങനെ ഈ മനോജ് കുര്യാക്കോസ് സാറ് ക്ലാസ് എല്ലാവരെയും പരിചയപ്പെടുന്നു, പല ചോദ്യങ്ങൾ ചോദിക്കുന്നു, അതിന് ഉത്തരങ്ങൾ വരുന്നു, കാര്യങ്ങൾ സംസാരിച്ചതിനിടെ എന്തോ കാരണത്താൽ എന്നെ അത് നോട്ട് ചെയ്തു. അടുത്ത ദിവസം സാറ് ക്ലാസ്സിൽ വന്നിട്ട് എന്നോട് ഡെയിൽ കാർണിജിയുടെ ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ ഈ പുസ്തകം എൻ്റെ എന്നിട്ട് പറയും ഓരോ ചാപ്റ്ററായിട്ട് വായിച്ചിട്ട് ആഴ്ചയിലൊരിക്കൽ ആ ക്ലാസ് എടുക്കണം. ഞാൻ ആദ്യമായിട്ട് ഒരു ലൈഫ് സ്കിൽ ക്ലാസ് എടുത്തത് ഈ ക്ലാസ്സായിരുന്നു. പിന്നീട് ഈ പ്രസ്ഥാനത്തിലോട്ട് വന്നപ്പം ആ ഒരു എക്സ്പീരിയൻസും കൂടെ ഇതിനകത്ത് സഹായകരമായി. ഡിഗ്രി കാലത്തുണ്ടായ മറ്റൊരു എക്സ്പീരിയൻസ് എനിക്ക് ഇതിൻ്റെ ഒരു ഊർജ്ജം പകർന്നു തന്നത്. ഈ ഡിഗ്രി കാലത്താണ് ഞാൻ ഈ പറഞ്ഞ പ്രസ്ഥാനങ്ങളിലോട്ടൊക്കെ വരുന്നത്. ഒന്ന്, ഫിസിക്സ് ആയിരുന്നു എൻ്റെ ഡിഗ്രി. അതിനൊരു എക്സ്ട്രാ കോഴ്സ് കൂടെ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. ഈ കോഴ്സിന് ചേരാത്ത കുട്ടികളും ചേരുന്ന കുട്ടികളും, അങ്ങനെ 2 തരത്തിലായിട്ട് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു വീട്ടിലെ സാഹചര്യം കൊണ്ടൊക്കെ, ഫിനാൻഷ്യൽ സാഹചര്യമാണ്, നമുക്ക് ആ കോഴ്സിന് ഞാൻ എക്സ്ട്രാ ചേർന്നിരുന്നില്ല. ഞങ്ങളുടെ HOD ഇവരാണ് ഈ കോഴ്സ് അതിൻ്റെ ഒരു മെൻറ്റർ. ഈ സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾ അറേഞ്ച് ചെയ്യും. അപ്പോൾ ഈ സ്പെഷ്യൽ ട്രെയിനിങ് അറേഞ്ച് ചെയ്യുമ്പോൾ ക്ലാസ്സിൽ കൃത്യമായിട്ട് പറയും ഈ കോഴ്സിന് ചേർന്ന ആളുകൾ മാത്രം പങ്കെടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താ നടക്കുന്നറിയാൻ നമുക്കൊരു കൗതുകമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജനലിൽ കൂടെ പോയി നോക്കുമ്പോൾ അവിടെ ആക്ടിവിറ്റീസ്, ഗെയിംസ്, പരിപാടി, അപ്പോൾ എല്ലായ്പ്പോഴും പുറത്ത് നിന്നിട്ട് അതിൻ്റെ ഒരു ഗ്ലിംസ് കണ്ടിട്ട് ഞാൻ പോകുമായിരുന്നു.
അപ്പം നമുക്കതിൻ്റെ അത് കയറാൻ അനുവാദമില്ല. ഒന്ന് ലാസ്റ്റ് ബെഞ്ചുകാരനാണ്, അത്ര പഠിപ്പിയല്ലായിരുന്നു ഒന്ന് ആ സമയത്ത്. ആക്ടിവിറ്റീസുണ്ട്, NCC ഉണ്ട്, വോളിബോൾ ഉണ്ട്, അങ്ങനെയൊക്കെ ആക്ടിവിറ്റീസുമായിട്ട് പോകുന്നു. ഫിസിക്സുകാരൻ ഈ ആക്ടിവിറ്റി പോകുന്ന HOD അത്ര താല്പര്യം ഉണ്ടാകുന്നില്ല. അപ്പം നമ്മളെ മാക്സിമം ഒന്ന് മാറ്റി നിർത്തിയായിരുന്നു. അപ്പം അതും ഒരു ഊർജ്ജമായി. മാറ്റി നിർത്തിയ ഇടത്ത് മുന്നിൽ പോയി നിൽക്കുക എന്ന് പറഞ്ഞ സാധ്യതയുണ്ടല്ലോ. അങ്ങനെ പല വേദികൾ കിട്ടി. ആദ്യം യുവജന പരിഷത്ത് പ്രവർത്തനം, യുവജന പ്രസ്ഥാനം, യുവാക്കൾ, ടീച്ചേഴ്സ്, മാതാപിതാക്കൾ, കോർപ്പറേറ്റ്, ഇതായിരുന്നു ആ യാത്ര. ഓക്കെ വെരി ഗുഡ്. ഈ സൈക്കോതെറാപ്പി സാർ പഠിച്ചതാണ്? കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറാപ്പി, രണ്ട് യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റിയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. ഓക്കെ. അത് ഇഷ്ടം കൊണ്ടാണ്. സൈക്കോളജി പുസ്തകങ്ങൾ പണ്ടേ ഇഷ്ടമാണ്. ഡിഗ്രിയൊക്കെ പഠിച്ച സമയത്ത് നമ്മുടെ ലൈബ്രറിയിൽ നിന്ന് എടുത്തുകൊണ്ട് വെച്ച് വായിക്കുന്ന പുസ്തകങ്ങളിൽ കൂടുതലും സൈക്കോളജി റിലേറ്റഡ് പുസ്തകങ്ങളായിരുന്നു. അങ്ങനെ 2 പുസ്തകം വീട്ടിൽ അമ്മ കത്തിച്ച് കളഞ്ഞു. അതിൻ്റെ ഫൈനൊക്കെ കോളേജിൽ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ സൈക്കോളജി പഠിച്ച് വെട്ടാതെ നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാത്തിനെയും കയറി നമ്മളെല്ലാം കയറി വ്യാഖ്യാനിക്കാൻ പോകല്ലോ ഈ പഠിച്ചതിൻ്റെ ബേസിസിൽ. അമ്മയെ കണ്ടീഷനിങ് ആണ്, അമ്മയെ ട്രോമയാണെന്നൊക്കെ പറഞ്ഞാൽ അമ്മയ്ക്ക് ദേഷ്യം വരായിരിക്കും. അത് പറഞ്ഞതുകൊണ്ടാണ്. വീട്ടിൽ ശരിക്കും താല്പര്യമായിരുന്നോ ഇങ്ങനത്തെ ഒരു മേഖലയിലേക്ക് നടന്നപ്പോഴത്തേക്കും? അല്ല ആക്ച്വലി അല്ലായിരുന്നു, ഒരിക്കലല്ലായിരുന്നു. ഞാനിങ്ങനെ ട്രെയിനിങ് ഫീൽഡിലോട്ട് പോകുമ്പം ഞാൻ ഈ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ പറയുന്നൊരു ഉദാഹരണം പറഞ്ഞത് പറയാം. ഈ അനുസരണത്തെ പറ്റിയൊക്കെ നമ്മളെപ്പോഴും പറയും. ഞാൻ 2 അനുസരണക്കേടുകൾ കാണിച്ചത് കൊണ്ട് അത്യാവശ്യം സെറ്റിലായ മനുഷ്യൻ എന്ന് പറയാം. ഒരു അനുസരണക്കേട് ഇതായിരുന്നു. ഈ ഒന്ന് ഈ പ്രസ്ഥാനങ്ങളിലുള്ള പ്രവർത്തനം, അതിനോടൊപ്പം തന്നെ ഈ ക്ലാസ് എടുക്കുക. അവന്നില്ല, ലോകം നന്നാക്കാൻ നടക്കുന്നു എന്നൊരു കാഴ്ചപ്പാട്. അപ്പം ഇന്ന് ഇങ്ങനൊരു വേദിക്ക് വേണ്ടി മാതാപിതാക്കൾ മക്കളെ പറഞ്ഞ് പുഷ് ചെയ്ത് വിടുന്നുണ്ട്. അന്ന് അങ്ങനെ ഒരു വേദിയിൽ ചാൻസ് കിട്ടിയ മോനെ അതിന് വിടണം എന്നൊരു കാഴ്ചപ്പാട്. എൻ്റെ വല്യപ്പനും വല്യമ്മയാണ് എന്നെ വളർത്തിയത്. എൻ്റെ ഗ്രാൻഡ് പേരൻസ് എന്നെ വളർത്തിയത്. എൻ്റെ പേരൻസിൻ്റെ കൂടെ ഇല്ലായിരുന്നു, അത് പിന്നീട് ഞാൻ പറയാം. സെപ്പറേറ്റഡ് ആയിരുന്നു അവർ. അപ്പോൾ എന്നെ നോക്കി എന്നെ കുഞ്ഞിലോട്ടെ വളർത്തിയത് എൻ്റെ വല്യപ്പനും വല്യമ്മയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൻ്റെ മാറ്റം ഈ മനുഷ്യർ അങ്ങനെ അറിയുന്നില്ല. അപ്പോൾ ആ അപ്പച്ചനും അമ്മച്ചിയും വളർന്ന കാലഘട്ടത്തിലെ പേരൻറ്റിങ് ഫിലോസഫിയിലാണ് ഞാൻ വളർന്നു വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മകൻ ഇറങ്ങിപ്പോകുമ്പം പണ്ട് നമ്മൾ ഈ രാഷ്ട്രീയം മോശമാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്നൊരു അല്ലേ, അപ്പോൾ നാട് നിന്നൊക്കെ നടക്കുന്നത് മോശമാണ്. അങ്ങനെ സാഹചര്യത്തിൽ മാക്സിമം അതിനെ പിന്നോക്കം വലിച്ചിരുന്നു. അത് എന്തെങ്കിലും തരത്തിൽ എനിക്ക് ദോഷം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതല്ല. ആ കാലത്ത് അങ്ങനെ പോകുന്നത് കാഴ്ചപ്പാടായിരുന്നു. പക്ഷെ ഞാനതിനെ നിഷേധിച്ചു. ഞാൻ ഇറങ്ങി തിരിച്ചു ഇത് കണ്ടിന്യൂ ചെയ്തു. ആ അനുസരണക്കേട് എനിക്ക് ഒരുപാട് ഗുണം ചെയ്തു. രണ്ടാമത്തേത് ബിസിനസ്സായിരുന്നു. ഒരു 19കാരൻ ഇതിനൊരു ജോലി കിട്ടി ഓനിലേക്ക് പോകുന്നു. അവിടെ ഓൺട്രപ്രനർഷിപ്പ്, എനിക്കൊരു ഇൻവെസ്റ്റർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ പോകുന്നത്. ഒരു കമ്പനി തുടങ്ങാൻ സഹായിക്കാമെന്നൊക്കെ പറയുന്നത്. പക്ഷേ പറ്റിക്കപ്പെടുകയായിരുന്നു. അവിടെ ചെന്ന് മറ്റൊരു കമ്പനിയിൽ അത്യാവശ്യം നമ്മൾ ഈ കൂലിപ്പണി പോലുള്ള പണികളൊക്കെ ചെയ്ത് ഒരു 1.5 വർഷം ജോലി ചെയ്തുണ്ടാക്കിയ പൈസ നാട്ടിൽ കൊണ്ടുവന്ന് വീണ്ടും ബിസിനസ്സിലേക്ക് ഇടാം എന്ന് തീരുമാനിക്കുമ്പോൾ വീട്ടിൽ നല്ല എതിർപ്പായിരുന്നു. പക്ഷേ ഞാൻ കമ്പനി തുടങ്ങി. ഞാനൊരു പാർട്ട്ണറും ഉണ്ടായിരുന്നു. സംസ്ഥാന സർക്കാരുകൾ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഉൾപ്പെടെ 3000-ലേറെ പ്രൊജക്റ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ കൃഷി വിജ്ഞാൻ കേന്ദ്ര. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഗവിയിലേക്ക് നിങ്ങളിപ്പോൾ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്താൽ ആ ടിക്കറ്റിംഗ് സോഫ്റ്റ്വെയർ, ആ ടിക്കറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്യിപ്പിക്കുന്നത് അതിൻ്റെ മെയിൻ്റനൻസ് ഞങ്ങളാണ്. അങ്ങനെ സംസ്ഥാന സർക്കാരിൻ്റെ ഉൾപ്പെടെയുള്ള പ്രൊജക്റ്റുകളിൽ വിവിധ മീഡിയകൾ ഞങ്ങളെ ഫീച്ചർ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ അതിലൊക്കെ എത്തിച്ചിടാൻ പറ്റി. ഞാൻ പറഞ്ഞു വന്നത് അനുസരണക്കേടിനെ മഹാത്മ്യപ്പെടുത്തിയതല്ല. എന്താണ് അനുസരണം ഒന്ന് ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. അതായത് ഈ ഒരു കുട്ടി, ആ കുട്ടിയുടെ സാധ്യതകളെ മനസ്സിലാക്കി ഒരപ്പനോ അമ്മയും ഒരു കോൺവെർസേഷൻ്റെ അവൻ്റെ വൈകാരികത, അവൻ്റെ ബൗദ്ധിക, അവൻ്റെ സാധ്യതകൾ, സ്കിൽസ്, ഇതിനെല്ലാം മനസ്സിലാക്കി അവരെത്തിച്ചേരാനോ അവൻ ഇടപെടുന്നതായിട്ടുള്ള കാര്യങ്ങൾക്ക് അവർ കൊടുക്കുന്ന ഇൻ്റർപ്രറ്റേഷൻ, അവൻ കൊടുക്കുന്ന ഇൻ്റർപ്രറ്റേഷനിൽ നിന്ന് പരസ്പരം എത്തിച്ചേരുന്ന ഒരു ധാരണ, ഇതിനെ നമുക്ക് അനുസരണം എന്ന് വിളിച്ചാൽ അല്ലാതെ നടക്കില്ല. കാരണം നമ്മളെ അനുസരിക്കണമെന്ന് നമ്മൾ പറയാനുള്ള കാരണം എന്താ? ഞാൻ നിന്നേക്കാൾ മുമ്പേ ജീവിച്ചു, അനുഭവങ്ങൾ കൂടുതലുണ്ട്, 10 ഓണം കൂടുതലുണ്ട്. സാറിന് ഉറപ്പുണ്ടോ നമ്മളെക്കാൾ അനുഭവം കുറഞ്ഞവരാണ് നമ്മുടെ മക്കളെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, എനിക്ക് തോന്നുന്നില്ല. സാർ ഡേറ്റിങ്ങിന് പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടില്ല. എനിക്കറിയില്ല ഡേറ്റിംഗ് എന്താന്ന്. പക്ഷെ നമ്മുടെ ഈ തലമുറയ്ക്ക് ഡേറ്റിംഗ് അറിയാം, അതിന്റെ ഫിലോസഫികൾ അറിയാം. അപ്പൊ അവനെ കാര്യത്തിൽ അനുഭവം കൂടുതലുണ്ട്. തീർച്ചയായിട്ടും ഈ തലമുറക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. ഇനി പൈസ ഇല്ലാതെ ട്രിപ്പ് പോകുന്നതിന് നമ്മളൊരു പേര് പറയാം, ഹിച്ച് ഹൈക്കിങ്. നമ്മൾ ചെയ്തിട്ടില്ല, പക്ഷെ അവൻ അങ്ങനെ യാത്ര പോയിട്ടുണ്ട്. അവൻ ലോകത്തിലെ പല അനുഭവങ്ങളുടെ കാര്യം വരുമ്പോൾ നമ്മൾ ഇച്ചിരി ഒന്ന് ആശങ്കപ്പെടേണ്ടിയിരിക്കുന്നത് എനിക്കാണോ അവനാണോ പല കാര്യങ്ങളും അനുഭവം കൂടുതലെന്ന്. ഓണം മാത്രം
ഐ മീൻ നമ്മുടെ ജീവിതാനുഭവങ്ങളെയും നമ്മൾ വീണിട്ടും പിടിച്ചു നിന്ന അനുഭവങ്ങളെയും നമ്മൾ പരാജയപ്പെട്ടിട്ടും തോൽവി സമ്മതിക്കാതെ തിരിച്ചു വന്ന അനുഭവങ്ങളെയും നിസ്സാരമായി കണക്കാക്കുകയല്ല. അറ്റ് ദ സെയിം ടൈം അവൻ ജീവിക്കുന്ന കാലഘട്ടത്തിൽ അവൻ അച്ചീവ് ചെയ്യുന്ന അവന് കിട്ടുന്ന എക്സ്പോഷറുകളെയും നമ്മൾ നെഗ്ലക്ട് ചെയ്യേണ്ട കാര്യമില്ല. അവൻ്റെ അനുഭവത്തെയും കൂടെ ബഹുമാനിച്ചുകൊണ്ട് ആ സാധ്യതകൾ ഒരുമിച്ച് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കാവുന്നേ. ഞാൻ സാറിൻ്റെ പല സെഷൻസും എനിക്ക് യൂട്യൂബിലൂടെയൊക്കെ കാണുന്ന സമയത്ത് ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ എൻറ്റയർ ഓഡിയൻസിനെ ഒരു വല്ലാത്ത വൈകാരിക തലത്തിലേക്ക് ഉയർത്തുകയും അവിടെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും അവർ വളരെ ഇമോഷണലായിട്ട് പ്രതികരിച്ച് ഒക്കെ കണ്ടിട്ടുണ്ട്. അതൊരു സ്ട്രാറ്റജിയാണോ സാർ? അത് എങ്ങനെയാണ് അതിലേക്ക് എത്തിക്കുന്നത്? സാർ, നമ്മുടെ മക്കൾക്കിടയിൽ ഇൻഫർമേഷൻ ഇഷ്ടം പോലെയുണ്ട് അല്ലേ? ഇൻഫർമേഷനെ പുതിയതായിട്ട് എന്തെങ്കിലും അവന് കൊടുക്കാനുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും ഫോർമേഷൻ കൊടുക്കണം. ആ ഫോർമേഷൻ അവന് സാധിക്കണമെങ്കിൽ അവൻ്റെ വൈകാരിക തലത്തെ കൂടെ സ്പർശിക്കേണ്ടതുണ്ട്. ഇൻഫർമേഷൻ അവനിൽ വർക്ക് ചെയ്ത് ട്രാൻസ്ഫോർമേഷനായി മാറണമെങ്കിൽ ആ ഇൻഫർമേഷനെ അവൻ വൈകാരിക തലത്തിൽ ഉൾക്കൊള്ളാൻ സാധിക്കേണ്ടതുണ്ട്. ഇനി വൈകാരിക തലത്തിൽ എത്തിക്കുന്നതാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജീവിതം പറയും, അതായത് കാണാതെ പഠിച്ച അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലാസ്സിൽ പോയിരുന്ന പോയിന്റ് കുറിച്ചെടുത്തിട്ട് മറ്റൊരാളുടെ ആശയം പറയുമ്പം ഇത് വർക്കൗട്ട് ആവില്ല. നമ്മുടെ പേരൻറ്റിങ്ങിൻ്റെ 2 വീഡിയോ കണ്ടിട്ട് പോയിരുന്നു പറഞ്ഞാൽ ശരിയത്. നമ്മൾ ജീവിച്ചൊരു ജീവിതം, ആ ജീവിതം ഇങ്ങനെ നമ്മൾ കൺവേ ചെയ്യുമ്പോൾ എനിക്ക് സാറിനോട് കഥ പറഞ്ഞു തുടങ്ങിയാൽ സാറിനും എനിക്കും തമ്മിൽ പറയാൻ ഒരുപാട് കാര്യങ്ങൾ കോമൺ ആയിട്ടുണ്ടാവും. ഇതിൽ നമ്മളെ പരസ്പരം സ്വാധീനിക്കുന്നതും നമുക്ക് പരസ്പരം ഇങ്ങനെ പറഞ്ഞ് ചിരിക്കാവുന്നതും കരയാവുന്നതുമായ കാര്യങ്ങളുണ്ടാവും. അങ്ങനെ പറയുമ്പോൾ സംഭവിക്കുന്നതാണ്. അങ്ങനെ ഞാനൊക്കെ ഒരു 38 വയസ്സ് വരെ ഞാൻ ജീവിച്ച ജീവിതത്തിനിടയ്ക്ക് കടന്നു വന്ന പച്ച യാഥാർത്ഥ്യങ്ങളെ അങ്ങനെ പറയുന്നതേ ഉള്ളൂ. ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. കാര്യം ഞാൻ എൻ്റെ കുട്ടികളുടെ അടുത്ത് തന്നെ എന്തെങ്കിലും പറയാൻ ശ്രമിക്കുന്ന സമയത്ത് ഞാനത് വലിച്ചു നീട്ടി അതൊരു ഒരു സാഹചര്യമൊക്കെ ക്രിയേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും പിള്ളേർ അവരുടെ പാട്ടിൽ പോയിട്ടുണ്ടാവും. അപ്പൊ ഇവരെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ അത് ചെയ്യിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് പാരൻസിനൊരു ട്രെയിനിങ് കൊടുക്കേണ്ട ഒരു കാര്യം തന്നെ അല്ലേ ശരിക്കും? സാറേ, എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ തലമുറ നമ്മളെ കേൾക്കാനിരിക്കും, പ്രൊവൈഡഡ് കേൾക്കാൻ വർത്താണെന്ന് തോന്നുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ട് പലപ്പോഴും പല വീടുകളിലും ഈ അമ്മമാർ പറയുന്നതിനെ ഇവരധികം വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. ഒന്ന്, അമ്മ പറയാൻ വരുന്നത് എന്താണെന്ന് അവരറിയാം. ഏകദേശം അമ്മ ഇവിടെ വരെ പറഞ്ഞു പോകുന്നു എന്ന് ഇവനത് കേട്ട് കാണാപ്പാടാണ്. അപ്പം അതിൻ്റെ ഒരു 10 മതി ബാക്കി എനിക്കറിയാം. ഇവൻ ഈ കോൺവെർസേഷൻ ഇരിക്കും. ഒന്ന്, അവനെ കേൾക്കാനോട് തയ്യാറാണെന്ന് തോന്നുന്നത്. 2, ഈ പറയുന്ന കാര്യത്തിൽ നിന്ന് എനിക്ക് എടുക്കാനോ അല്ലെങ്കിൽ അമ്മ മനസ്സിലാക്കിയിട്ടോ ആണ് സംസാരിക്കുന്നത് എന്ന് തോന്നുന്നിടത്ത്. അതായത് അമ്മയ്ക്കിത് പറയാൻ ഇപ്പം ഇൻസ്റ്റാഗ്രാമിലെ ട്രെൻഡുകളെ പറ്റി ഒരു ഇൻസ്റ്റാഗ്രാം യൂസറായ ജെൻസിയോട് ഞാൻ സംസാരിക്കണമെങ്കിൽ മിനിമം ക്വാളിറ്റി എന്താണ്, ക്വാളിഫിക്കേഷൻ എന്താണ്? എനിക്കൊരു ഇൻസ്റ്റാഗ്രാം വേണം, എനിക്ക് അതിൻ്റെ അകത്ത് അത്യാവശ്യം ഫോളോവേഴ്സ് വേണം, അതിൻ്റെ അകത്ത് ഞാൻ വീഡിയോ ചെയ്യുന്ന ഒരാളായിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരാളിൽ നിന്ന് അവൻ കേൾക്കാനിരിക്കും. അപ്പം എനിക്ക് തോന്നുന്നത് അതാണ് സാറേ. അവൻ കുറേ മനുഷ്യരെ കാണുന്നുണ്ട്. ആ മനുഷ്യരൊക്കെ അവനേക്കാൾ വലിയ മനുഷ്യരാണ്, വീട്ടിലുള്ള മനുഷ്യരെക്കാൾ വലിയ മനുഷ്യരുണ്ട്. അപ്പം ഞാനിതൊക്കെ എന്നിരുന്ന് കേൾക്കാനാ എന്നൊരു സാധ്യത അതുകൊണ്ട് അതൊരു പ്രശ്നമുണ്ട്. പിന്നെ 2, റെപ്പറ്റീഷൻ. നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയല്ലേ. 3, ഏതാണ്ട് ഇതൊക്കെ തന്നെ ആയിരിക്കും വരാൻ പോകുന്നത് എന്നുള്ളൊരു മുൻധാരണ. റാദർ ദാൻ ദാറ്റ്, ഈ നമ്മൾ പറയുന്നതിനെക്കാട്ടിലുപരിയെ അവനെ ഉത്തരങ്ങളിലേക്ക് എത്തിക്കുന്നത് നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്. ഇങ്ങനൊരു സാഹചര്യമാണെങ്കിൽ അതിലെന്തായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ, നീ ഒന്ന് എനിക്ക് പറഞ്ഞു തരാമോ? എടാ, ഇങ്ങനൊരു സാഹചര്യമുണ്ട്, ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ്, നീ ഒന്ന് പറഞ്ഞു തരാമോ? ആ കോൺവെർസേഷൻ അവന് വിട്ടുകൊടുത്താൽ അവൻ പറയുന്ന ഉത്തരം അവനോട് നമ്മൾ പറയേണ്ട ഉത്തരമായി മാറുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അത് കൗൺസിലിംഗ് റൂമിൽ ഞാൻ ചെറുതായിട്ട് പ്രയോഗിക്കുന്ന ടെക്നിക്കാണ്. ഇപ്പോഴും കൗൺസിലിങ്ങിന് വരുന്ന സമയത്ത് ഇവർ ഓപ്പൺ അപ്പ് ആവാറുണ്ടോ? ഓട്ടോമാറ്റിക്കലി ഓപ്പൺ അപ്പ് ആവാറുണ്ടോ? അതോ സാറിന് എന്തെങ്കിലും ടെക്നിക്സ് യൂസ് ചെയ്തിട്ടാണ് ഇവർ ഓപ്പൺ അപ്പ് ആക്കുന്നത്? കാര്യം ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇവര് പലപ്പോഴും പറയാൻ ഇവർക്ക് പല കാര്യങ്ങളുണ്ടെങ്കിൽ പോലും അവർ പറഞ്ഞു എന്ന് വരുത്തി തീർക്കുകയാണ്. പക്ഷേ അവരത് ആക്ച്വലി പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ സാറിനാവുമ്പോഴത്തേക്ക് അത് കറക്റ്റായിട്ട് അറിയാതെ ചെയ്യാനും പറ്റില്ലല്ലോ. നമ്മുടെ കൗൺസിലിംഗ് റൂമിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഒരു കുട്ടി മനസ്സിൽ പ്രിപ്പയർ ചെയ്തിട്ടാണ് വരുന്നത്. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറയാം. പിന്നെ ഈ യൂട്യൂബൊക്കെ അവൻ്റെ ഉണ്ടല്ലോ. അവൻ നമ്മളീ പറയുന്നതിന് മുമ്പേ ട്രോമ എന്നോട് ഇങ്ങോട്ടൊന്ന് പറയുന്നതാണ്, സാർ എനിക്ക് ട്രോമയാണ് സാർ, ഞാൻ ടോക്സിക് പേരൻറ്റിങ്ങിന് ഇരയാണ് സാർ. ഈ സാധനം മൊത്തം വെൽ പ്രിപ്പയർഡ് ആയിട്ടാണ് ആളിങ്ങോട്ട് കയറി വരുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ കാര്യം അവൻ്റെ എക്സ്പെക്ടേഷനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ചെയ്യുന്നൊരു കഴിഞ്ഞിടെ ഞാൻ ചെയ്തൊരു പരിപാടി പറയാം. തുടക്കം തൊട്ട് എനിക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായി അയാൾ കള്ളം പറയാനുള്ള എല്ലാ തയ്യാറെടുപ്പുമാണ് അറിയിക്കുന്നത്. നമ്മുടെ ഈ ബോഡി ലാംഗ്വേജിൽ നിന്നും അയാളുടെ കൃത്യമായ ക്രാഫ്റ്റഡ് ലാംഗ്വേജിൽ നിന്നും മനസ്സിലായി. ഞാൻ ചെയ്തൊരു പരിപാടി,
എനിക്ക് ഷോപ്പിങ്ങിന് പോകണമെന്ന് പറഞ്ഞു. വീട്ടിലോട്ട് ഒരു സാധനം മേടിക്കാണ്ട് നീ ഇവിടെ വന്ന് പറഞ്ഞ് കാറിൽ കയറ്റി ഇയാളെയും കൊണ്ടുപോയി. വന്നിട്ട് ഞാൻ ഈ ലിസ്റ്റ് വാട്സപ്പിൽ ഷെയർ ചെയ്തു. നമുക്ക് ഒരുമിച്ച് എടുക്കാം നമുക്ക് സാധനം. അപ്പോൾ ഞങ്ങളിങ്ങനെ വിലയൊക്കെ നോക്കി അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ട് ഈ സാധനമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടെ ഞാൻ ഇയാളോട് ചോദ്യം ചോദിച്ചു. ഈ ബ്രെയിൻ്റെ ഒരു പ്രശ്നം മൾട്ടിപ്പിൾ കാര്യങ്ങൾ ഒരുമിച്ച് ഫോക്കസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്ലിപ്പ്, ആ സ്ലിപ്പിൽ അയാൾക്ക് പറയാനുള്ള അല്ലെങ്കിൽ പോകുന്നു. ഇങ്ങനെ ചില സാറേ ഇത് നമ്പറാണോ എന്ന് ചോദിച്ചാൽ നമ്പരല്ല, ടാക്ടിക്സ് ആണോ എന്ന് ചോദിച്ചാൽ ടാക്ടിക്സ് അല്ല. ബട്ട് വി ഷുഡ് ഡു ദാറ്റ്. കാരണം മുന്നിൽ നിൽക്കുന്ന ആൾ അയാൾ നമ്മളെക്കാൾ വലിയ മനുഷ്യരാണ് എന്നുള്ള ബോധ്യത്തിൽ നമ്മൾ അങ്ങോട്ട് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരസ്പര ബഹുമാനത്തോടെ, പിന്നെ നമ്മളിതൊന്നും ആരെയും ദ്രോഹിക്കാൻ ചെയ്യുന്നതല്ലോ, ഒരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് ഗുഡാണെന്നൊരു ബോധ്യം ഉള്ളതുകൊണ്ട് നമ്മളതിനെ ട്രിക്കായിട്ടൊന്നും കണക്കാക്കുന്നില്ല. അല്ല, അതൊരു ആവശ്യമാണ്. കാര്യം ഈ ടോക്സിക് പാരന്റിങ് എന്ന് പറഞ്ഞ മാതിരി ടോക്സിക് പാരന്റിങ് എന്താണ് ശരിക്കും? ടോക്സിക് പാരന്റിങ് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ലാസ്റ്റ് ചെയ്തിരുന്ന വീഡിയോ അതിനെ പറ്റിയാണ്. ടോക്സിക് പാരന്റിങ് ഉണ്ടോ എന്ന ചോദ്യത്തിന് ഡയറക്റ്റ് ഉത്തരവാണ് ടോക്സിക് പാരന്റിങ് ഈസ് ദെയർ, ഉണ്ട്, ഇറ്റ് എക്സിസ്റ്റ്. പാർഷ്വാലിറ്റി ഉള്ള, ഫേവററ്റിസം ഉള്ള പേരൻസ് ഉണ്ട്. അവരവരുടെ ദേഷ്യത്തിനെ പ്രൊജക്റ്റ് ചെയ്യുന്ന ആൾട്ടർനേറ്റീവ് ബിഹേവിയറിലൂടെ കുഞ്ഞുങ്ങളുടെ മുന്നിൽ ദേഷ്യം തീർക്കുന്ന പേരൻസ് ഉണ്ട്. പക്ഷേ പ്രശ്നം, ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ ടോക്സിക് പാരന്റിംഗ് എന്ന് ഡിഫൈൻ ചെയ്തിരുന്ന എല്ലാ പോസ്റ്റുകളും ഈ ടോക്സിസിറ്റിയുടെ ഭാഗമല്ല. ഫോർ എക്സാമ്പിൾ, 22-ാം തീയതി ഫസ്റ്റ് പ്രാക്ടിക്കൽ എക്സാം ഉള്ളൊരു കുഞ്ഞ്, റെക്കോർഡ് കംപ്ലീറ്റ് ആക്കാത്തൊരു കുഞ്ഞ്, അവനവിടെ നിന്ന് ഫ്രീ ഫയർ കളിച്ചുകൊണ്ടിരിക്കുമ്പം ഒരമ്മ അവനെ വഴക്ക് പറഞ്ഞാൽ അത് ടോക്സിക് പാരന്റിംഗ് അല്ല. എല്ലാ ദിവസവും ചിക്കൻ മാത്രം കഴിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനോട് അമ്മ വല്ലപ്പോഴും നീ ഒരു വെജിറ്റബിൾ കറി കഴിക്കട അല്ലെ പച്ചക്കറി കഴിക്കട എന്ന് പറഞ്ഞാൽ അത് അവൻ്റെ ഭക്ഷണ സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്ന ടോക്സിക്കായ അമ്മയായതുകൊണ്ടല്ല, അവൻ്റെ ആരോഗ്യത്തെ പറ്റി കൺസേൺ ഉള്ളതുകൊണ്ടാണ്. കണ്ടിന്യൂസ് ആയിട്ട് മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയുടെ മൊബൈൽ കൊണ്ട് വെക്ക് എന്ന് പറയുന്നത് അവൻ്റെ കണ്ണിൻ്റെ കാഴ്ചയെ പറ്റി ആദ്യം കൺസേൺ ഉള്ളതുകൊണ്ടാണ്. ഈ അമ്മ വരുമ്പോഴത്തേനും ഇങ്ങനെ മൊബൈൽ മാറ്റി വെക്കുന്ന ഒരു പെൺകുട്ടിയുടെ മൊബൈലിൽ എന്താ കാണിച്ചേ എന്താന്ന് കാണിച്ചേ എന്ന് പറഞ്ഞിട്ട് അമ്മ ഇടപെടുന്നത്, ഈ നമ്മുടെ ഈ പത്രത്തിലൊക്കെ ഇര എന്ന പേരിനപ്പുറത്ത് എൻ്റെ മോളുടെ പേര് വരരുത് എന്ന ആഗ്രഹമുള്ള അമ്മ നൽകുന്ന കെയറാണ്, ശ്രദ്ധയാണ്. ഓക്കെ, അതിനെ ടോക്സിസിറ്റി എന്ന് വിളിക്കേണ്ട കാര്യമില്ല. പക്ഷെ ടോക്സിസിറ്റി ഉണ്ട്. സ്നേഹം അമിതമായി, നിയന്ത്രണമായി, കൺട്രോളായി മാറുന്നത് ടോക്സിസിറ്റി ഉണ്ട്. അവൻ്റെ സാധ്യതകളെ മനസ്സിലാകാതെ ഇടപെടുന്നിടത്ത് ടോക്സിസിറ്റി ഉണ്ട്. തിരുത്തലുകൾക്ക് അർത്ഥം നൽകാതെ, തിരുത്തലുകൾ എന്തുകൊണ്ട് ഞാൻ പറഞ്ഞാൽ കേട്ടാൽ മതി, ഞാനാണ് ഇവിടത്തേക്ക് ഞാൻ പറഞ്ഞു അതുകൊണ്ട് ഞാൻ അനുസരിക്കണം, അങ്ങനെ അനുസരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് എന്നതിന് ഉത്തരം കൂടെ കിട്ടാതെ, കൺവിൻസ്ഡ് ആകാതെ ഒരു കുഞ്ഞിനോട് ഞാൻ അനുസരിക്കാൻ ആവശ്യപ്പെടുമ്പോൾ ദാറ്റ് ഈസ് ടോക്സിക്. ടോക്സിസിറ്റി ഉണ്ട്, പാർഷ്യാലിറ്റി ഉണ്ട്, ഫേവററ്റിസം ഉണ്ട്. നമ്മുടെ ഈ ചില പേരൻസ് പറയുന്നത് എനിക്ക് 2 മക്കളും ഒരുപോലെയാണ്. 2 മക്കളും ഒരുപോലെയാണ്, പക്ഷേ ട്രാൻസാക്ഷനുകളിലെ ഏറ്റക്കുറച്ചിലുകളെ മറ്റേ ആൾ നോട്ട് ചെയ്യും. ഇതാണ് സംഭവം. ഒരുപോലെയാണ്, നിങ്ങളുടെ മനസ്സിൽ ഒരുപോലെയാണ്, പക്ഷേ ട്രാൻസാക്ഷനിലെ ഏറ്റവും ഇപ്പം മൂത്ത കുട്ടിക്കാണ് ഈ പരാതി കൂടുതൽ. അയാളിപ്പം ഇളയാളോടല്ലേ അവനെന്തായി പറയുന്നേ, കുമ്മിളിച്ച പപ്പടം എനിക്ക് തന്നില്ല, മീൻ്റെ വാർക്ക ശരി തന്നില്ല. ദ തിങ് ഈസ്, ആ ട്രാൻസാക്ഷനിലെ വ്യത്യാസമാണ്. അവൻ ആവശ്യപ്പെടുന്നത് ഒറ്റ കാര്യം, അവന് എന്തെങ്കിലും കാരണത്താൽ അനിയനോടോ അനിയത്തിയോടോ ദേഷ്യം ഉണ്ടായിട്ടല്ല. അവൻ പറയുന്നത് നിങ്ങൾ അതേപോലെ ഒരു കെയർ എന്നോടും കൂടെ കാണിക്കൂ എന്നാണ് ആവശ്യപ്പെടുന്നത്. അതാണ് ആ അണ്ടർലൈൻ ഡിമാൻഡ്. ഇപ്പം ഇപ്പോഴത്തെ പാരൻസ് എല്ലാം സത്യം പറഞ്ഞാൽ എല്ലാം എഡ്യൂക്കേറ്റഡും വർക്കിംഗ് പാരൻസുമാണ്. ഇവരെല്ലാവരും പറയുമ്പോൾ ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ കുട്ടികൾക്ക് ആവശ്യത്തിനനുസരിച്ച് സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷേ പട്ടം പോലെയാണ് അവരെ എന്ന് പറയുമ്പോഴും ഈ പട്ടത്തിന്റെ നൂല് ഇവരുടെ പാരൻസിന്റെ കയ്യിലാണ്. ഇത് നമ്മൾ അറിയുന്നില്ല. അത് ഇപ്പം ഒരു കുട്ടി പുറത്തു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചുകൊണ്ടിരിക്കുക, വരുന്നില്ല എന്ന് ചോദിക്കുക. ഇനി ആൺകുട്ടികളാണെങ്കിൽ തന്നെ മറ്റൊരു രീതിയിൽ. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ വിശ്വാസമില്ലായ്മ എന്നുള്ളൊരു സംഗതിയിലേക്കാണോ എത്തിക്കുന്നത്? പല കുട്ടികളും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ കാര്യത്തിൽ നമുക്ക് 2 ഡയമെൻഷനിൽ നിന്നതിനെ ആൻസർ ചെയ്യണം. ഒന്ന്, ഒരു കുട്ടിയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ കാര്യത്തിൻ്റെ അകത്തുണ്ടേ. ഫോർ എക്സാമ്പിൾ, അരമണിക്കൂർ മൊബൈൽ കണ്ടോട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് പെർമിഷൻ എടുത്തിട്ട് എൻ്റെ നിന്ന് മൊബൈൽ മേടിക്കുന്ന ഒരു കുട്ടി, അവൻ 30-ാമത്തെ മിനിറ്റിലെ 35-ാമത്തെ മിനിറ്റിൽ ആ മൊബൈൽ കൊണ്ട് അമ്മ അവിടെ വെച്ചിട്ടുണ്ട്, ഞാൻ തിരിച്ചുകൊണ്ട് വെച്ചു എന്ന് പറഞ്ഞ് അവിടെ കൊണ്ട് വെച്ചിട്ട് പോയാൽ പിന്നെ ആ കുട്ടിയുടെ പുറകെ അമ്മ നടക്കുമോ? ഇല്ല. ആ കുട്ടിയുടെ പുറകെ പിന്നെ അമ്മ നടക്കത്തില്ല. അവന് കുറച്ചൊക്കെ സ്വാതന്ത്ര്യം അല്ലേ, അവൻ്റെ പുറകെ നടക്കേണ്ട ആവശ്യം വരുന്നത്. കാരണം അവൻ്റെ ഉത്തരവാദിത്വ ബോധ്യത്തെ പറ്റി അമ്മയ്ക്കൊരു ബോധ്യമുണ്ട്. ഇനി ഈ പുറകെ നടക്കുന്ന പ്രശ്നം എവിടെയാണ്? ഈ അരമണിക്കൂറെന്നും പറഞ്ഞ് മേടിച്ചിട്ട് 1.5 മണിക്കൂറും കഴിഞ്ഞ് ആ മൊബൈൽ അവിടെ കൊണ്ട് വെക്കാതിരിക്കുന്നിടത്ത് ഒരാളിങ്ങനെ ഇടപെട്ടുകൊണ്ടേയിരിക്കും. ആ അമ്മയുടെ മനസ്സിൽ അന്തർലീനമായി കിടക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ ഇടപെട്ടില്ലെങ്കിൽ ഇവരൊന്നും ശരിയായി. അപ്പം ഇതിൻ്റെ അകത്ത് ആ കുട്ടിയുടെ റോളിനെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി 2, മറ്റൊരു ഡയമെൻഷൻ, ഈ അമ്മ അപ്പൻ അവരുടെ ശരികളുണ്ട്. ഫോർ എക്സാമ്പിൾ, എനിക്ക് തോന്നുന്നത് കൗൺസിലിംഗ് കേസ് ഞാൻ പറയാം.
കുഞ്ഞിൻ്റെ കാര്യത്തിന്, മക്കളുടെ കാര്യത്തിനെ പറ്റിയായിരുന്നു ഒരു പരാതി പറഞ്ഞുകൊണ്ട് വന്നത്. കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ മക്കൾ പറഞ്ഞ ഒരു കാര്യത്തിന് എനിക്കൊരു ചെറിയ റെഡ് ഫ്ലാഗ് കിട്ടി. പുലിമുരുകൻ എന്ന് പറഞ്ഞ സിനിമയുണ്ട്, തിയേറ്ററിൽ എല്ലാവരും കൂടെ കാണാൻ പോയി. ആ സിനിമ പകുതിയായപ്പോൾ ഇത് മൊത്തം വയലൻസ് ആണെന്ന് പറഞ്ഞ് അമ്മ പിള്ളേരെയും വിളിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലായോ? അപ്പം എല്ലാ തരത്തിലുമുള്ള വൾണറബിലിറ്റികളും ഇവരിങ്ങനെ പൊതിഞ്ഞു പിടിക്കാൻ വ്യഗ്രതപ്പെടുന്ന മാതാപിതാക്കളുണ്ട്. ഞാനിങ്ങനെ അവരുടെ ഇങ്ങനെ ഡിഗ് ചെയ്ത് വന്നപ്പം അവർ പറഞ്ഞൊരു കാര്യമായിരുന്നു, ഈ അമ്മ വളർന്നു വന്നത് ഒരു കോൺവെൻറ്റ് സ്കൂളിലാണ്. ആ കോൺവെൻറ്റ് സ്കൂളിലെ മൊറാലിറ്റിയുടെ ഹൈ സ്റ്റാൻഡേർഡ്സിൽ ഇങ്ങനെ ജീവിതത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഒരു ബിടെക് പഠിക്കുന്ന മോള്, മറ്റൊരു പേരൻ്റാണ്, ബിടെക് പഠിക്കുന്ന മോള് കോളേജിൽ ചെന്ന് 2ാമത്തെ സെമസ്റ്ററിൽ കോളേജിലെ ആനുവൽ ഡേക്ക് പാട്ട് പറഞ്ഞിട്ട് അതിൻ്റെ അകത്തൊരു ഡാൻസ് കളിച്ചു. ആ ഡാൻസിൽ അവൾക്ക് പേരായി നിന്നൊരു ബോയ് ആയിരുന്നു. ഈ ആ കാര്യം പറഞ്ഞു വന്നപ്പം അമ്മ അറിയാതെ പറഞ്ഞ ഒരു സെൻറ്റൻസാണ്, ഇതറിഞ്ഞായിരുന്നു ഞാൻ വിടത്തില്ലായിരുന്നു. അവിടെ എനിക്ക് റെഡ് ഫ്ലാഗ് അടിച്ചു. ഞാൻ വേണ്ടി ചോദിച്ചു അതെന്താ സാറേ, ഇവന്മാരൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റുമോ സാറേ? ഞാൻ ചോദിച്ചു പിന്നെ കുഞ്ഞെന്ത് ചെയ്യണമായിരുന്നു? ഇതിനൊക്കെ മാറി നിൽക്കണം. മാറി നിന്നിട്ട് അതായത് ഈ വീട്ടിൽ ഇവർ ഡിമാൻഡ് ചെയ്യുന്ന പറഞ്ഞ ആ ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ആ കാലഘട്ടത്തിൻ്റെ കാഴ്ചപ്പാട്, ഇത് ജീവിക്കാൻ പറ്റാത്ത ഇടങ്ങളിലോട്ടാണ് ഈ കുഞ്ഞ് ഇറങ്ങിപ്പോകുന്നത് എന്നുള്ള യാഥാർത്ഥ്യം അത് മനസ്സിലാകുന്നില്ല. അവിടെ ചെന്നാൽ ഇവിടെ ആൺ പെൺ വേർതിരിവുകളില്ലാത്ത ജെൻഡർ ബയസുകളിലെ ഡിസ്ക്രിമിനേഷൻസിനെ മാറ്റി നിർത്തിയ ഒരു ലോകത്ത് ഈ കുഞ്ഞിനെ ഡാൻസ് കളിക്കാൻ വിളിക്കുമ്പോൾ എൻ്റെ പേരൊരു ആൺകുട്ടിയാണെങ്കിൽ ഞാൻ കളിക്കത്തില്ല കേട്ടോ എന്ന് പറഞ്ഞ് ഇത് മാറി നിന്ന് കഴിഞ്ഞാൽ ഈ കൊച്ചു ക്ലാസ്സിൽ ഔട്ട് സ്പോക്കാണ്, പുറത്ത് കൊച്ച് വേറെ തുരുത്തായി മാറും, ഒറ്റപ്പെട്ടു പോകും. അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ലല്ലോ. അതെ. അപ്പം എൻ്റെ ആ ഡെഫിനിഷൻ ഓഫ് വാല്യൂ, മൊറൽ ഡെഫിനിഷൻ, അതിന് കുഞ്ഞിന് ബാധ്യതയാകുന്നിടത്ത് ഈ പറഞ്ഞാൽ പുറമെ നടന്ന് ശല്യപ്പെടുന്ന ഒരാളായി ഞാൻ രൂപപ്പെടുന്നുണ്ട്. നേരത്തെ പറഞ്ഞ സാറേ എൻ്റെ കാര്യം കോൺവെർസേഷൻ എന്തുകൊണ്ട് എന്നതിന് പിന്നിലൊരു കാരണം, ആ കാരണത്തെ അവന് ബോധ്യപ്പെടുന്നത് അവനനുസരിക്കും. കാല് കാത്തു വെച്ചിരുന്ന ടി വി ആണെന്ന് പറഞ്ഞിട്ടില്ലേ, എൻ്റെ വീട്ടിൽ എൻ്റെ സെറ്റിയിൽ എൻ്റെ കാലത്ത് വെച്ചാൽ എന്നാ കുഴപ്പം? ആ കുഴപ്പത്തെ ബോധ്യപ്പെടുത്തി കൊടുത്താൽ കുറേയൊക്കെ ഇല്ലെങ്കിൽ അത് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവുന്ന കുട്ടികളുമാണ്. പക്ഷേ ഉറപ്പായിട്ട് മനസ്സിലാവും. ഇതിൻ്റെ പ്രശ്നം നമ്മൾ 2 അല അലച്ചാൽ ആ ടി വിയുടെ ശബ്ദം കേൾക്കുന്നില്ല, അതുകൊണ്ട് അമ്മ അകത്തോട്ട് പോട്ടെ എന്ന് കരുതി അവൻ ആ കാലെടുത്ത് അകത്ത് വെക്കും. അമ്മ തിരിയുമ്പം കാലത്ത് ഇതിനോട് കൂടി ചേർക്കേണ്ടത്, ഇപ്പൊ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഞങ്ങളുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള കൂട്ടുകെട്ടുകൾ, അതായത് ഷെയറിങ് ആൻഡ് കെയറിങ് എന്ന് പറയുന്നത്. ഞാൻ പക്ഷേ എൻ്റെ കുട്ടികളിൽ അത് അത്ര വലുതായിട്ട് കാണുന്നില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും അവരെല്ലാവരും അവരവരുടേതായ ലോകത്തും അവരവരുടേതായ ചില സെൽഫിഷ് എന്നതിനെ പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, അവരവരുടേതായിട്ടുള്ള ഉയർച്ചകളിലും ഒക്കെ ശ്രദ്ധിച്ചും കൊണ്ടാണ് പോകുന്നത്. പക്ഷെ ഞങ്ങളുടെ കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നില്ല. ഒരാൾ തോറ്റാൽ അവന് വേണ്ടി തോൽക്കാൻ തയ്യാറായിട്ടുള്ള ഒരു കൂട്ടുകാരുടെ ഒരു സെറ്റപ്പ് നമുക്കുണ്ടായിരുന്നു. അത് ശരിക്കും ഇപ്പൊ പ്രിവൈലിംഗ് അല്ലേ ഇപ്പോഴത്തെ കാലഘട്ടത്തില്? ഇത് സാറേ ഞാൻ 2 ഉത്തരങ്ങൾ ഇതിനുണ്ടെന്ന് തോന്നുന്നു. അതായത് ഒന്ന്, നമ്മൾ ഈ ഗ്രാമങ്ങളിലോട്ടൊക്കെ ചെല്ലുമ്പം ഇതൊക്കെ ഉണ്ട്, ഈ പറഞ്ഞ സൗഹൃദവും പങ്കുവയ്ക്കലും ഒക്കെ ഉണ്ട്. ഞാനവിടെ എനിക്ക് മനസ്സിലായ കാര്യം, ഈ അവനവനിസം അല്ലെങ്കിൽ അവനവൻ തുരുത്താകുന്നത് കൂടി വരുന്നത് സൗകര്യങ്ങളും ജീവിത നിലവാരവും ഇത്തിരി മേലോട്ട് പോകുന്ന അനുസരിച്ചാണോ എന്ന് എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. കാരണം ഇപ്പം നമ്മൾ ഈ ഇടുക്കി ജില്ലയിലെ പല ഗ്രാമങ്ങളിലും ചെല്ലുമ്പം അവിടെ നേരത്തെ പറഞ്ഞാൽ ഒരു ചാമ്പയ്ക്ക നാലായിട്ട് അങ്ങനെ ആ കുഞ്ഞുങ്ങളെ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ അവിടെ നിന്ന് ഇങ്ങനെ ഈ ടൗണിലേക്കൊക്കെ വരുമ്പം ഈ എന്താ പറയുക, അവനവൻ എന്ന് പറയുന്ന ഒരൊറ്റ തുരുത്തിൻ്റെ അകത്ത് നിന്നിട്ട് ഈ ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ്, പ്രയോജനമുള്ള സൗഹൃദത്തിലോട്ട് മാത്രമായി നിൽക്കുന്നതും കാണുന്നുണ്ട്. ഇതിൻ്റെ അകത്തെ നമ്മുടെ റോളും നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റില്ല സാറേ. കാരണം കുറേ മുന്നോട്ട് പോയി കഴിയുമ്പം നമ്മുടെ ജീവിത നിലവാരം ഉയരുന്നതനുസരിച്ച് ഈ കമ്പാരിസൺ വരും. അപ്പോൾ ആ കൂട്ടുകാരനെ അങ്ങ് മാറ്റി അവൻ ആ സ്റ്റാൻഡേർഡിൽ ഈ കോൺവെർസേഷനൊക്കെ വരുമ്പോഴത്തേന് ഇവനെല്ലാവരോടും ഇടപെടാൻ പറ്റുന്നില്ല. ഇത് നമ്മുടെ വായിൽ നിന്നാണ് വന്നേ. നമ്മളിന്ന് ഈ പറഞ്ഞ കമ്പാരിസൺ ട്രാപ്പ് നമ്മളുണ്ടാക്കി കൊടുത്തേ. അതുകൊണ്ട് അവൻ ഒത്തിരി ഡൗട്ട്ഫുള്ളാണ്. ഇവൻ എന്നെ എന്തെങ്കിലും മുതലാക്കാൻ വന്നിരിക്കുകയാണോ, ഈ കഥകളെ വീട്ടിൽ പറഞ്ഞു എന്തൊക്കെയാണ് സാർ ഈ കമ്പാരിസൺ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊന്നും ഞങ്ങളുടെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഞങ്ങൾക്ക് 90s ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സംസാരിച്ചിട്ടുള്ളതാണ് കമ്പാരിസനെ പറ്റി. അതായത് തൊട്ടപ്പുറത്തെ മോനെ കണ്ടു പഠിക്കുക, അവൻ 100 മാർക്ക് മേടിച്ചു, നീ ഇപ്പോഴും അങ്ങനെയാണ്, നീ കളിച്ച് നടക്കുന്നു എന്നൊക്കെ പറയുന്നൊരു സംഗതി. ഇപ്പം കമ്പാരിസൺ ഇത്ര ഓപ്പണായിട്ട് പറയുന്നില്ല എങ്കിൽ പോലും ആ ഫാക്ടർ, ആ എലമെന്റ് ഇപ്പോഴും ഇല്ലേ ശരിക്കും? എൻ്റെ മോളൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അവളുടെ ഒരു യാത്രാനുഭവം പുസ്തകമാക്കിയ ഒരാളാണ്. ഒരു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലൊക്കെ പേര് വന്ന ഒരാൾ. ഞങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരിട്ടൊരു പ്രശ്നം അറിയാമോ,
കുറേ നാൾ കഴിഞ്ഞിട്ട് ഇത് വാർത്തയായി, വിഷയങ്ങളായി, കാര്യങ്ങളായി. കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേന് ഇവളുടെ പല കൂട്ടുകാരും ഇവരോടൊന്ന് പറഞ്ഞു, ഞങ്ങളെ ഇപ്പം വീട്ടിൽ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക, പുസ്തകം വായിക്കും. ഇറ്റ് എക്സിസ്റ്റ്. നമ്മൾ വിദ്യാഭ്യാസം ഉണ്ടെന്ന് കരുതുന്ന, നമുക്കിതിനെപ്പറ്റിയൊക്കെ അറിവുണ്ടെന്ന് കരുതുന്ന, യൂട്യൂബിൽ പേരൻറ്റിങ് വീഡിയോ കാണുന്ന ആളുകൾ നമ്മുടെ കുഞ്ഞിൻ്റെ പ്രായമുള്ളൊരു കുഞ്ഞിൻ്റെ വിജയം കാണുമ്പം അതെന്തുകൊണ്ട് എൻ്റെ കുഞ്ഞ് നേടുന്നില്ല എന്ന് ഉള്ളിൽ തോന്നുകയും അതിലേക്ക് ഒന്ന് പുഷ് ചെയ്യാനുള്ള സാധ്യത ഇങ്ങനെ തേടുകയും ചെയ്യുന്നുണ്ട്. അത് ആ കുഞ്ഞിൻ്റെ സാധ്യതയെ എക്സ്പ്ലോർ ചെയ്യുന്നതിന് പകരം മറ്റേ ആളുടെ സാധ്യതയായിട്ടുള്ള അത് പറയാതെ പറയുകയും ചെയ്യുന്നുണ്ട്. അത് ആ കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ കുട്ടി ശരിക്കും മറ്റൊരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആ കുട്ടി ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്കും അയ്യോ എന്നാ പിന്നെ ഇത് ആവണമായിരുന്നു, അല്ലെങ്കിൽ അച്ഛനും അമ്മക്കും ഇത് താല്പര്യമായിരുന്നു എന്ന് തോന്നുന്ന അവിടുത്തെ അവളുടെ കൺഫ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാണ്, അല്ലെങ്കിൽ അവന്റെ കൺഫ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. 3-ാം ക്ലാസ്സിൽ വെച്ചാ ഈ കുഞ്ഞുങ്ങൾ പറഞ്ഞത്. ഈ കഥ മോള് വന്ന് എന്നോട് പറയുന്നത് 3-ാം ക്ലാസ്സിലാണ്. അപ്പോൾ ഇവർക്ക് ഈ കാര്യം മനസ്സിലായി.